എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ചേർത്ത് പാടാം എല്ലാവരും. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാധികാരണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 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 ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ നമ്മെ അനുഗ്രഹിക്കുവാനായി ഇന്നലെ വന്നിരിക്കുന്ന ദിവികാരണീശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈ 33 ദിനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി നാം അനുഭവിക്കുകയായിരുന്നു. ഈ ദിവികാരുണ്യത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. ഈ ദിവസങ്ങളിലൂടെ നമ്മളതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി ഈശോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഇത്രയും സ്നേഹമുള്ള ഒരമ്മയെ നമുക്ക് അമ്മയായി നൽകിയതിന്, ഇത്രയും നമ്മളോട് വലിയ വാത്സല്യവും കാരുണ്യവും കാണിക്കുന്നതിന്, കർത്താവിൻ്റെ ദിവികാരുണ്യ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നിന്ന് നമ്മുടെ ജീവിത നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമ്മളിന്ന് നമ്മുടെ ജീവിതത്തെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. അമ്മ നമ്മുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കും. ഇന്നത്തെ ശുശ്രൂഷകളെ നമുക്കൊന്ന് മനസ്സിലോർക്കാം. നമുക്ക് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അലക്സ പിതാവിനെ നമുക്ക് ഓർക്കാം. പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടൽ ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കൈവരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി ഈ 33 ദിനങ്ങളിൽ ഈശോയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥന നിയോഗങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിച്ച് ലോക മോഹങ്ങളിൽ നിന്ന്, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, രണ്ടാമത്തെ 33 ദിനങ്ങളിൽ നമ്മൾ 4 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യഘട്ടത്തിൽ തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന്, ലോകാരൂപിയിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തെ അല്പം കൂടെ ഒന്ന് കണ്ടറിയുവാനായിട്ട്, എൻ്റെ സ്വന്തം ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കുവാൻ, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ കുറവുകളെ, പോരായ്മകളെ തിരിച്ചറിയുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചു. മൂന്നാം ഘട്ടത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ദൈവഹിതത്തോട് ചേർന്നിരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. 4ാം ഘട്ടം അവസാനം, ഇന്നലെ അവസാനിച്ച 4ാം ഘട്ടത്തിൽ യേശുവിനെ കൂടുതലായിട്ട് അറിയുവാനായി നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, യേശു ജ്ഞാനം, ഇതെല്ലാം നമ്മളെ നയിക്കുന്നത് ഈ ദിവ്യകാരുണ്യത്തിലേക്കാണ്, പിതാവായ ദൈവത്തിലേക്കാണ്. പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഈശോയിലേക്ക്, ഈശോ വഴി പിതാവായ ദൈവത്തിങ്കിലേക്ക് ചേർക്കപ്പെടുകയാണ്. അത്രത്തോളം കൃപ നിറഞ്ഞ നിമിഷങ്ങളാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. ഈശോ നമുക്കൊരു നിമിഷം ഒന്ന് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഈ 33 ദിനങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും നയിച്ച നല്ല ദൈവത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ പല മേഖലകളിലും കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിൽ അഭിഷേകം ദർശിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെയൊക്കെ ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ തമ്പുരാൻ്റെ ശക്തമായ ഇടപെടൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പറയുക. കർത്താവ് ഈ ദിനങ്ങളിൽ ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ സ്വീകരിച്ച്
ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അങ്ങ് തിരുവള്ളമായതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഈ ആത്മീയ കൃപയിൽ നിലനിൽക്കുവാനും വളരുവാനും ശക്തി പ്രാപിക്കുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. തിരു രക്തത്താൽ ഞങ്ങളെല്ലാവരും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ സമർപ്പിക്കാം. ഭക്തിയോടെ നമുക്ക് കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, നിൻ്റെ കൃപ തുളുമ്പുന്ന, അഭിഷേകം തുളുമ്പുന്ന ഈ ദിവികാരുണ്യ സാന്നിധ്യത്തിലേക്ക് ഇതാ ഈ 33 ദിനങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. നിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങളെല്ലാവരും ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമേ. കാവൽമാലാകമാരുടെ സംരക്ഷണം നൽകണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മ വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക്, തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ അമ്മ ചേർത്ത് വെക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുശോര തുള്ളികളാൽ കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ വളർത്തണമേ. വിശുദ്ധീകരിച്ച് പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വനാഥ, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അലക്സ് പിതാവിനെ സമർപ്പിക്കുന്നു. പിതാവിലൂടെ ഞങ്ങളെല്ലാവരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. ഈ 33 ദിനങ്ങളിൽ ഈ വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷയ്ക്ക് ഹോളി ഫെയർ മിനിസ്ട്രി നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും കർത്താവെ ചേർത്ത് വയ്ക്കുന്നു. വൈദികരുണ്ട്, അൽമായ സഹോദരങ്ങളുണ്ട്, ഇതിൽ പങ്കെടുത്ത അനേകരുണ്ട്. കർത്താവ്, ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമായിരുന്നു. ഹോളി ഫെയർ മിനിസ്ട്രി എല്ലാ വർഷവും ചെയ്യുന്ന ഈ വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷയെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ നിറവിൽ കൈപിടിച്ച് നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളെയും യോഗങ്ങളെയും എല്ലാം ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് ഏറ്റവും ഭക്തിയോടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. തുടർന്ന് നമ്മൾ ഇന്നിൻ്റെ വചന സന്ദേശം ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നമുക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട അലക്സ് വടക്കന്തല പിതാവാണ്. ഹോളി ഫെയർ മിനിസ്ട്രിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അലക്സ് പിതാവ് കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനാണ്. ഹോളി ഫെയർ മിനിസ്ട്രിയുടെ ആരംഭ കാലഘട്ടം മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം നൽകുന്ന സാന്നിധ്യമാണ് പിതാവിൻ്റെ സാന്നിധ്യം. എല്ലാ വർഷത്തെയും ശുശ്രൂഷകളെ നയിക്കുവാനും ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനും അലക്സ് പിതാവ് കാണിക്കുന്ന വലിയ ആ ഒരു സ്നേഹത്തിന്, കരുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഒപ്പം പിതാവിൻ്റെ ശുശ്രൂഷ മേഖലകളെ, പ്രത്യേകിച്ച് ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളെയും ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഏറ്റവും ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ ശുശ്രൂഷയുടെ തുടർന്നുള്ള എല്ലാ ഭാഗങ്ങളും നയിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട അലക്സ് പിതാവാണ്. പിതാവിനെ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. കരങ്ങളൊരു നിമിഷം കുപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് അലക്സ് പിതാവിനെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും, പിതാവിൻ്റെ മുൻപോട്ടുള്ള പ്രാർത്ഥന നിയോഗങ്ങളിലും ഉണ്ടാകുവാനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് പിതാവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാരുണ്യമാതാവിൻ്റെ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുകയായിരുന്നു. കഴിഞ്ഞ 33 ദിവസമായി ഹോളി ഫയർ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ അമ്മയുടെ സമർപ്പണത്തെപ്പറ്റി, അമ്മയുടെ നിലപാടുകളെപ്പറ്റി, അമ്മയുടെ മാധ്യസ്ഥത്തെപ്പറ്റി എല്ലാം നാം ധ്യാനിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു ചെന്നത് പരിശുദ്ധ ദിവ്യകാരുണ്യം ഹൃദയത്തിലും ഈശോയെ ഉദരത്തിലും സൂക്ഷിച്ചുകൊണ്ടാണ്.
ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധാനത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ ഈശോയുടെ വലിയ അനുഗ്രഹം, അവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ ചൈതന്യം നമ്മിലേക്കും ഇറങ്ങി വരാൻ അമ്മയുടെ മാധ്യസ്ഥം തേടാം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 39-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഭാഗമുണ്ട്. രക്ഷകന്റെ മാതാവായി തിരഞ്ഞെടുത്തതിന് ശേഷം അമ്മ ആദ്യം ചെയ്യുക, ആ വിവരണമാണ് നാം കേൾക്കുക. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പോവുകയായിരുന്നു. എന്തേ ഇത്ര തിടുക്കം? 3 കാരണങ്ങൾ. ഒന്ന്, തൻ്റെ ഉള്ളിലുള്ള ഈ വലിയ സന്തോഷം, ആനന്ദം ആരോടെങ്കിലും പങ്കുവയ്ക്കണ്ടേ? അത് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു വ്യക്തി തന്നെ പോലെ തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും അനുഭവിച്ച തൻ്റെ ബന്ധുവായ എലിസബത്താണ്. കാരണം അവൾ വന്ധ്യയെന്നാണ് അറിയപ്പെട്ടിരുന്നത്. വാർദ്ധക്യത്തിലെത്തി. ഒരു പ്രതീക്ഷയും ഇല്ലാത്തപ്പോഴാണ് എല്ലാ പ്രതീക്ഷയുടെയും ഉടയവനായ ദൈവം വലിയ പ്രത്യാശ എലിസബത്തിനും ആ കുടുംബത്തിനും നൽകുക. അങ്ങനെ ഈ സന്തോഷത്തിൻ്റെ വലിയ ആനന്ദ നിർവൃതി പങ്കുവയ്ക്കാനാണ് മറിയം തിടുക്കത്തിൽ ഈ മലമ്പ്രദേശത്തുള്ള ഒറ്റയടി പാതയിലൂടെ പോകുക. അപ്രകാരം അവിടെ ചെന്നപ്പോഴോ ഇതാ ആ ഉദരത്തിലെ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി എന്നാണ് വിവരിക്കുക. യഥാർത്ഥത്തിൽ അത് പരിശുദ്ധ അമ്മ നടത്തിയ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിരുന്നു. ഈശോയെയും വഹിച്ചാണ് മറിയം തിടുക്കത്തിൽ പോകുക. തൻ്റെ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ചു, ഉദരത്തിലും ആ ദൈവപിതാവിൻ്റെ നിത്യകുമാരനെ സ്വീകരിച്ചു. അതിൻ്റെ ആനന്ദം, ആഹ്ലാദം, നിർവൃതി അത് പങ്കുവയ്ക്കാനാണ് ഇത്രയും തിടുക്കത്തിൽ പോകുക. രണ്ടാമതായി, അപ്രകാരം പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോകുക. തൻ്റെ മനസ്സിൽ വലിയ ഉത്കണ്ഠയുണ്ട്, ആകാംക്ഷയുണ്ട്, സങ്കടങ്ങളും സന്ദേഹങ്ങളുമുണ്ട്, വിഹുല്ലതകളുണ്ട്. അതാണ് മാലാഖയോട് ചോദിച്ചത്, ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ തീർച്ചയായും അവൾക്ക് വളരെ ആശ്വസിപ്പിക്കുന്ന, കരുത്തു പകരുന്ന, എല്ലാ അർത്ഥത്തിലും ദൈവപിതാവിൻ്റെ ആ തിരുഹിതത്തിൽ വഴങ്ങുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഉത്തരം നൽകി. ഒന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. 2, അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കും. 3, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അങ്ങനെ വ്യക്തമായ ഉത്തരം ലഭിച്ചു. പക്ഷേ ഏതെങ്കിലും ഒരു മാനുഷിക വ്യക്തികളോട് പങ്കുവയ്ക്കുമ്പോഴാണല്ലോ നമ്മുടെ സങ്കടങ്ങളിലും ഉത്കണ്ഠകളിലും ഒക്കെ ആശ്വാസം ലഭിക്കുക. ഒരുപക്ഷെ തൻ്റെ പ്രതിസുതവരനായ യൗസേപ്പ് പോലും സംശയിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞു കാണും. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ, തൻ്റെ ഉത്കണ്ഠകളും ഉള്ളിലെ ആകാംക്ഷകളും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തി എലിസബത്ത് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണ് തിടുക്കത്തിൽ പോകുക. ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയാറില്ലേ, എ ജോയ് ദാറ്റ് ഈസ് ഷെയർഡ് ഈസ് ഡബിൾഡ് ആൻഡ് എ സോറോ ദാറ്റ് ഈസ് ഷെയർഡ് ഈസ് മെയ്ഡ് ഹാഫ്. സന്തോഷം നാം പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിയാകും. അതോടൊപ്പം തന്നെ സങ്കടം നാം പങ്കുവയ്ക്കുമ്പോൾ അത് കുറഞ്ഞു വരും. നമുക്കും നമ്മുടെ ജീവിതത്തിൽ മാനുഷിക ബന്ധങ്ങൾ സൂക്ഷിക്കണം. മറ്റുള്ളവരുമായുള്ള പങ്കുവയ്ക്ക് സ്നേഹവായ്പോടുകൂടെ കരുണാർദ്രമായ വിധത്തിൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുമ്പോൾ, നാം ആയിരിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ആകാംക്ഷകളും ഉത്കണ്ഠകളും എല്ലാം കുറഞ്ഞു വരും. ഇതാണ് അമ്മ തിടുക്കത്തിൽ ആ മലമ്പ്രദേശത്തുള്ള ഒറ്റയടി പാതയിലൂടെ പോകുന്നത്. തൻ്റെ ബന്ധുവായ എലിസബത്തിന്റെ അടുത്ത് ചെന്ന് തൻ്റെ ഉള്ളിലെ ഈ പ്രയാസങ്ങൾ, ആകാംക്ഷകൾ ഇതെല്ലാം പങ്കുവയ്ക്കണം. അങ്ങനെ വീണ്ടും ആ ആനന്ദത്തിൻ്റെ അളവ് ഒരു കണിക പോലും കുറയാത്ത വിധത്തിൽ എന്നും കാത്തുസൂക്ഷിക്കണം. കാരണം തൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത കാര്യം ഈ ഒരു പ്രത്യാശയാണ്. മൂന്നാമതായി, പരിശുദ്ധ കന്യകാമറിയം ഇത്രയേറെ തിടുക്കത്തിൽ പോകുക
ശുശ്രൂഷയ്ക്കാണ്. കാരുണ്യം അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധിശേഖരമാണ്. അതുകൊണ്ടാണ് നാം മറിയത്തെ കാരുണ്യത്തിൻ്റെ അമ്മ, കാരുണ്യത്തിൻ്റെ മാതാവ് എന്ന ആ അപദാനത്തിൽ വിളിക്കുക. അവൾക്ക് ഈ ഒരു ശുശ്രൂഷയുടെ ജീവിത ശൈലി സ്വന്തമാണ്. അതുകൊണ്ടാണ് മറിയ അത്രയും തിടുക്കത്തിൽ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പോവുക, ശുശ്രൂഷിക്കാൻ. നാം സുവിശേഷത്തിൽ വായിക്കുന്നത് ഇതാണ്: മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. പ്രസവത്തിന്റെ സമയം വരെ കാത്തിരുന്നില്ല. പ്രത്യുത ആ പ്രസവത്തിന് തൊട്ട് മുൻപ് അവൾ ശുശ്രൂഷ പൂർത്തിയാക്കി തിരികെ പോരുന്നു. കാരണം പ്രസവത്തിന്റെ സമയത്ത് സഹായിക്കാനും ആശ്രയമായും പലരും വരും. അങ്ങനെയുള്ള അവസരത്തിൽ പലരും കൂടെ ഉണ്ടാകും. എങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്നവർ പറയും, ദേ മേരി ഇത്രയും ദിവസം എനിക്ക് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു, എന്നെ സഹായിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേക പ്രശംസയും പരിഗണനയും ഒന്നും ആവശ്യമില്ല. അവൾ എളിമയോടുകൂടെ മടങ്ങുന്നു. 3 മാസത്തോളം താമസിച്ച് അങ്ങനെ 6-ാം മാസത്തിലെ ഗർഭവതിയായ കാര്യം മാലാഖ അറിയിച്ചതിന് ശേഷമുള്ള 3 മാസം പ്രസവത്തിന്റെ അവസരമാകുമ്പോൾ പോകുന്നു. തൻ്റെ ശുശ്രൂഷ നമുക്ക് വലിയൊരു മാതൃകയാണ്. നമുക്കൊരു പ്രശംസയും ആരുടെയും വലിയ പരിലാളനയും ഒന്നും ആവശ്യമില്ല. ഒരു പുകഴ്ചയും സ്തുതിയുടെയും ആവശ്യമില്ല. എളിമയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, ഹൃദയത്തിൽ നിന്ന് ഉരുവാകുന്ന വിധത്തിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക, മറ്റുള്ളവരോടൊപ്പമായിരിക്കുക അവരുടെ സങ്കടങ്ങളിൽ, സഹനങ്ങളിൽ. യഥാർത്ഥത്തിൽ എലിസബത്തിന് എന്തു വലിയൊരു ആശ്വാസമായിരുന്നു മറിയത്തിന്റെ സാന്നിധ്യം. ഈ വാർദ്ധക്യത്തിൽ അത് മറ്റുള്ളവരെല്ലാവരും തന്നെ വിളിച്ചിരുന്നത് വന്ധ്യ എന്നാണ്. ഇനി അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പഴിചാരലിൻ്റെയൊക്കെ അനുഭവമായിരുന്നു എലിസബത്തിന് എന്നും ജീവിതത്തിൽ. പക്ഷെ അതെല്ലാം ആരോട് പങ്കുവയ്ക്കും? കാരണം ഭവനത്തിൽ ആകെ തനിക്ക് ആശ്വാസമായ ഭർത്താവ് ഇതാ ഊമനായുമായിരിക്കുന്നു. ആ മനുഷ്യന് ഒരുപക്ഷെ ഒന്നിങ്ങനെ തോളത്ത് തലോടുകയോ ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്പർശനം മാത്രം കൊടുക്കാനാകും. എങ്കിലും ആശ്വാസവാക്കുകൾ ആരുടെ അടുത്തെങ്കിലും നിന്ന് ശ്രമിക്കുവാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഇതാ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് മറിയം കടന്നു ചെല്ലുമ്പോൾ ആ സ്ത്രീക്ക്, ആ സഹോദരിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി, ആശ്വാസമായി. കാരണം തൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും വ്യഥകളും ആകാംക്ഷകളും ഉത്കണ്ഠകളും എല്ലാം പങ്കുവയ്ക്കാൻ ഇതാ ഒരാളായി. എത്ര അനുഗ്രഹീത സാന്നിധ്യം! ദൈവത്തിൽ എല്ലാം വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതാണ് എലിസബത്തും അവളോട് പറയുക. പ്രിയമുള്ളവരെ, പരിശുദ്ധ കാരുണ്യ മാതാവ് നമുക്കും വലിയ മാതൃകയാകട്ടെ. ഒന്നാമതായി നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ എപ്പോഴും ആനന്ദത്തിൻ്റെ ആ അനുഭവം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. അതാണ് അമ്മ ചെയ്തത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. രക്ഷകനിൽ, ദൈവത്തിൽ സമർപ്പിക്കുന്ന ജീവിതങ്ങൾക്കൊരിക്കലും ദുഃഖത്തിൻ്റെ, നിരാശയുടെ സാഹചര്യം വേണ്ട. എന്നും അമ്മയെപ്പോലെ നമ്മുടെ ആനന്ദം എന്നും നിലനിർത്താൻ, അതിൻ്റെ അളവ്, ലെവൽ എപ്പോഴും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധ്യതമാകട്ടെ. രണ്ടാമതായി, അഥവാ കടന്നു വരുന്ന അസ്വസ്ഥതകളും നൊമ്പരങ്ങളും വിഹുലതകളും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവെച്ച് അത് കുറയ്ക്കുവാൻ, അത് നമ്മെ മനസ്സിലാക്കുന്നവരോട്, നമ്മുടെ അവസ്ഥകളെല്ലാം യഥാർത്ഥത്തിൽ ചെറിയുന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് സഹായം നേടാൻ. മൂന്നാമതായി, പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെയും ജീവിതത്തിൽ എന്നും മറ്റുള്ളവർക്ക് ശുശ്രൂഷയുടെ ജീവിതം, അത് എളിമയോടുകൂടെ, ഒരു സ്വാർത്ഥതയുമില്ലാത്ത പരിപൂർണമായ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്ന വിധത്തിലുള്ള ആ ശുശ്രൂഷ നമുക്കും സാധിക്കട്ടെ. അമ്മ എത്ര വലിയ മാതൃകയും പ്രചോദനവുമാണ് നമുക്ക് ജീവിതത്തിൽ. അതോടൊപ്പം തന്നെ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. അമ്മേ, കാരുണ്യനാഥേ, ഞങ്ങളുടെയും ജീവിതത്തിൽ എന്നും ഞങ്ങൾക്ക് മുൻപേ നടക്കണമേ, പ്രചോദനമാകണമേ, മാധ്യസ്ഥം നൽകി ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കണമേ. ഈ ഭൂമിയിൽ പൂത്തുലഞ്ഞ
അനുഗ്രഹീത ജീവിതമാണ് മറിയത്തിൻ്റെത്. നമുക്കത് മാതൃകയായി സ്വീകരിക്കാം. അങ്ങനെ ജീവിതം എന്നും സമ്പന്നമാക്കാൻ പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഹോളി ഫയർ മിനിസ്ട്രീസിലെ എല്ലാ പ്രവർത്തകരെയും ആത്മാർത്ഥമായി ഇത്രയും ഈ 33 ദിവസം കഴിഞ്ഞ് 34ാമത്തെ ദിവസം ഇതിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരെയും ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ സമൃദ്ധി അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ. അവരുടെ പ്രവർത്തനങ്ങളെ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈശോയുടെ പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയായി സമസ്തവും സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചതുപോലെ നമുക്കും സമർപ്പിക്കാം. അങ്ങനെ ആ നിർമ്മല കന്യകയുടെ ഹൃദയത്തിൽ നമുക്കും ഒരിടം കിട്ടട്ടെ. അമ്മ വഴി ദൈവത്തിൻ്റെ കൃപാവരം നമ്മിലേക്കും കടന്നു വരട്ടെ, നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. ഈ പ്രതിഷ്ഠാജപം ദയവായി നിങ്ങൾ ഏറ്റുചൊല്ലുക. അങ്ങനെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്നും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ദയവായി ഏറ്റുചൊല്ലുക. ഞാൻ, ഇവിടെ നിങ്ങളുടെ പേര് ദയവായി ഏറ്റുചൊല്ലുക. ഞാൻ അവിശ്വസ്തനായ പാപി, എൻ്റെ മാമോദീസായിലെ വ്രതങ്ങളെ നവീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഞാൻ എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കുന്നു. ജീവിതത്തിലെ എല്ലാ ദിവസവും സ്വന്തം കുരിശെടുത്ത് അവിടത്തെ അനുഗമിക്കുവാനും എന്നത്തേക്കാളും ഉപരിയായി അവിടത്തോട് വിശ്വസ്തത കാണിക്കാനും വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധ മറിയമേ, സ്വർഗനിവാസികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ എന്നെ തന്നെ സമർപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്റെ ആത്മാവും ശരീരവും ആന്തരികവും ബാഹ്യവുമായ എല്ലാറ്റിനെയും ഞാൻ എൻ്റെ എല്ലാ നല്ല പ്രവൃത്തികളുടെ യോഗ്യതകളും കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെയും എനിക്കുള്ളവയുടെയും മേൽ പരിപൂർണമായ അധികാര അവകാശങ്ങൾ ഞാൻ അങ്ങേക്ക് നൽകുന്നു. സമയത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനു വേണ്ടി അങ്ങേ ഹിതാനുസാരം അവയെ വിനിയോഗിച്ചാലും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കന്യകയെ, അങ്ങേ മാതൃത്വത്തോട് നിത്യജ്ഞാനം പ്രകടിപ്പിച്ച വിധേയത്തോട് യോജിച്ച് ആ വിധേയത്വത്തിൻ്റെ സ്തുതിക്കായി എൻ്റെ അടിമത്വത്തിൻ്റെ ഈ ചെറിയ സമർപ്പണം അങ്ങ് സ്വീകരിക്കണമേ. അതിനിസ്സാരനും വലിയ പാപിയുമായ എൻ്റെ മേൽ അങ്ങേക്കുള്ള അധികാരത്തിന് എൻ്റെ അർച്ചനയും അങ്ങ് സ്വീകരിച്ചാലും. ഇനിമേൽ എന്നും യഥാർത്ഥ അടിമയെപ്പോലെ അങ്ങേ ബഹുമാനിക്കാനും എല്ലാ കാര്യങ്ങളിലും അങ്ങേ അനുസരിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ഇതാ ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുവഴി അവിടുന്ന് എന്നെ രക്ഷിച്ചതുപോലെ ഓ അതുല്യായ മാതാവേ, അങ്ങേ പ്രിയസുതന് നിത്യ അടിമയായി എന്നെ സമർപ്പിക്കണമേ. അങ്ങ് വഴി
അവിടുന്ന് എന്നെ രക്ഷിച്ചതുപോലെ അങ്ങ് വഴി അവിടുന്ന് എന്നെ സ്വീകരിക്കുകയും ചെയ്യട്ടെ. ഓ കാരുണ്യ മാതാവേ, യഥാർത്ഥമായ ദൈവീക ജ്ഞാനം ലഭിക്കാൻ തക്ക സഹായം എനിക്ക് നൽകണമേ. ഇതിനായി മക്കളെയും അടിമകളെയും പോലെ അങ്ങ് സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നവരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ. ഓ വിശ്വസ്തയായ കന്യകയെ, എന്നെ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോ മിശിഹായുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയും അടിമയും ആക്കേണമേ. അങ്ങനെ അങ്ങയുടെ മാധ്യസ്ഥ്യവും മാതൃകയും വഴി ഭൂമിയിലെ അവിടുത്തെ പൂർണ്ണതയും സ്വർഗത്തിലെ അവിടുത്തെ മഹത്വവും എനിക്കും ലഭിക്കുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തിന് മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ അപേക്ഷകളും ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളും അതോടൊപ്പം നമ്മുടെ സഹനങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്ത്വനം യാചിക്കാം. നമ്മുടെ ഇപ്പോൾ ഇന്നു മുതൽ നമ്മുടെ മരണസമയം വരെ അമ്മയുടെ മാധ്യസ്ഥ സഹായം, സന്തത സാന്നിധ്യം, സാമീപ്യം നമുക്ക് അനുഗ്രഹമാകാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ പ്രിയബഹുമാനപ്പെട്ട അലക്സ് വടക്കന്തല പിതാവിന് ഹോളി ഫെയർ മിനിസ്ട്രിയുടെ പേരിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും ഒത്തിരി സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ദിനങ്ങളിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത എല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഹോളി ഫെയർ മിനിസ്ട്രിയിലെ എല്ലാ ശുശ്രൂഷകരെയും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിലൂടെ നമുക്ക് വീണ്ടും
ദൈവസന്നിധിയിൽ ഒന്നിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ മാധ്യസ്ഥം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.